നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെനിയയിൽ ചെറുവിമാനം തകർന്നു വീണ നിരവധി പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. കൊലൈ കൗണ്ടിയിലെ ഡിസിംബ ഗോലിനിയിൽ ചൊവ്വാഴ്ച രാവിലെ 8:30യോടെയാണ് അപകടമുണ്ടായത്. ചുരുങ്ങിയത് 12 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നാണ് വിവരം. മരിച്ചവരിലേറെ വിനോദസഞ്ചാരികളാണെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിനോദസഞ്ചാര കേന്ദ്രമായ ദിയാനിയിൽ നിന്ന് മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമായ കിച്വ ടെമ്പോ എന്ന സ്ഥലത്തേക്ക് പറന്നുയർന്ന 5YCCA എന്ന വിമാനമാണ് തകർന്നു വീണത്. ദുരന്തത്തിന് പിന്നാലെ പോലീസും അടിയന്തര സേനാ വിഭാഗങ്ങളും അപകട സ്ഥലത്തെത്തി. തകർന്നു വീണ വിമാനത്തിന്റെ ഭാഗങ്ങളിൽ തീ പടർന്നതിന്റെയും മറ്റും ദൃശ്യങ്ങളും ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വിമാനം അപകടത്തിൽപ്പെട്ടതിന്റെ കാരണം വ്യക്തമല്ല. മോശം കാലാവസ്ഥ ഉൾപ്പെടെയുള്ള ഘടകങ്ങളാകാം ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. 12 പേർക്ക് മാത്രം കയറാവുന്ന വിമാനമാണിത്. അപകട കാരണം വ്യക്തമല്ല. അധികൃതർ അന്വേഷിച്ചു വരികയാണെന്നാണ് കെനിയ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ലോക പ്രശസ്തമായ മാസായി മാര ഗെയിം പാർക്കിലേക്ക് വിനോദസഞ്ചാരികളെ വഹിച്ചുകൊണ്ടുപോയ വിമാനമാണെന്നാണ് കൊലൈ കൗണ്ടി കമ്മീഷണർ സ്റ്റീഫൻ ഒറിൻഡോ പറഞ്ഞിരിക്കുന്നത്. പ്രാദേശിക സമയം പുലർച്ചെ 5:30 ജെറ്റ് തകർന്നു വീണതെന്നും വിമാനത്തിലുണ്ടായിരുന്ന ആരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായി തോന്നുന്നില്ലെന്നും പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. രക്ഷാപ്രവർത്തകരും വ്യോമയാന അധികൃതരും ഇതുവരെ വിമാനത്തിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികളുടെ രാജ്യങ്ങളെക്കുറിച്ചോ പേരുകളെക്കുറിച്ചോ ഒരു വിവരവും നൽകിയിട്ടില്ല. ക്രാഷ് സൈറ്റിൽ നിന്നുള്ള ഭയാനകമായ ചിത്രങ്ങൾ പരിശോധിച്ചാൽ അവശിഷ്ടങ്ങൾ സ്ഥലത്തുടനീളം ചിതറിക്കിടക്കുന്നതായി കാണാം. വിമാനം ഒരു സഫാരി ഏവിയേഷൻ കമ്പനിയുടെ വകയാണെന്നും ഒറിൻഡെ പറഞ്ഞു. അപകടത്തിന്റെ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ മോശം കാലാവസ്ഥയെ തുടർന്ന് തടസ്സപ്പെട്ടു എന്നാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. കെനിയയിൽ ഇത് ആദ്യത്തെ വിമാന അപകടമല്ല. കാരണം 2025 ഓഗസ്റ്റിൽ നെയ്റോബിയുടെ പ്രാന്തപ്രദേശത്ത് മെഡിക്കൽ ചാരിറ്റിയായ അംബ്രഫിന്റെ ഒരു ലൈറ്റ് വിമാനം തകർന്നു വീണിരുന്നു. ആ അപകടത്തിൽ അന്ന് 6 പേർ മരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മണൽ നിറഞ്ഞ ബീച്ചുകൾക്ക് പേരുകേട്ട ഒരു പ്രശസ്തമായ തീരദേശ പട്ടണമായ ഡയാനിൽ നിന്ന് 2 മണിക്കൂർ നേരിട്ടുള്ള വിമാന യാത്രാ ദൂരമുള്ള തീരപ്രദേശത്ത് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മാസായി മാര നാഷണൽ റിസർവ് ടാർസാനിയയിലുള്ള ഒരു വാർഷിക വൈൽഡ് ബീസ്റ്റ് കുടിയേറ്റം ഇവിടെ നടക്കുന്നതിനാൽ ഈ റിസർവ് ഫോറസ്റ്റ് ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരിടമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കെനിയൻ തീരപ്രദേശങ്ങളിലെ വെള്ള മണൽ നിറഞ്ഞ ബീച്ചുകൾ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ സൈറ്റിൽ പോസ്റ്റ് ചെയ്ത കെനിയയുടെ ഏറ്റവും പുതിയ സുരക്ഷാ മേൽനോട്ട ഓഡിറ്റ് പ്രകാരം 2018 മുതൽ അപകട അന്വേഷണത്തിൽ രാജ്യം ആഗോള ശരാശരിയേക്കാൾ വളരെ താഴെയാണ്.